ബൈബിൾ ന്യൂസ് റീഡിംഗ്. വിശ്വവാണി സ്വർഗീയ നിലയം വേദപുസ്തക വാർത്തകൾ. പ്രധാന വാർത്തകൾ. കാഴ്ച നഷ്ടപ്പെട്ട ശൗലിന് ഇത് 3-ാം ദിവസം. ദമസ്കോസിന് സമീപമാണ് ഈ സംഭവം. മിസ്രൈമിൽ പ്രത്യേക തരത്തിലുള്ള വ്യാധികൾ പടർന്നു പിടിക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. ഏലിയാവിന് ഭക്ഷണവുമായി മരുഭൂമിയിലേക്ക് ഒരു കാക്ക. പക്ഷി നിരീക്ഷകർ ഗവേഷണത്തിൽ. ഫെലിസ്തീർക്ക് വേണ്ടി ദലീലയുടെ ചാരവൃത്തി. മിദ്യാനുടെ മിലിറ്ററി ക്യാമ്പിൽ ഇസ്രയേൽ ബോംബ് ആക്രമണം. ദാവീദ് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം. സ്വർഗീയ യൂണിവേഴ്സിറ്റി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഷിംഷോന് 2 പുതിയ ലോക റെക്കോർഡ്. വാർത്തകൾ വിശദമായി. കാഴ്ച നഷ്ടപ്പെട്ട ശൗലിന് ഇത് 3-ാം ദിവസം. ദമസ്കോസിന് സമീപത്ത് വെച്ച് ശൗലിന് കാഴ്ച നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. നട്ടുച്ച സമയത്ത് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം കണ്ണിലടിച്ചതാണ് കാരണം. നേത്രരോധ വിദഗ്ധർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. മിസ്രൈമിലും പരിസര പ്രദേശങ്ങളിലും പുതിയ തരത്തിലുള്ള 10 വ്യാധികൾ പടർന്നു പിടിക്കുന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ. മിസ്രൈമിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പ്. ഏലിയാവിന് ഭക്ഷണവുമായി മരുഭൂമിയിലേക്ക് ഒരു കാക്ക. ദേശം മുഴുവൻ ക്ഷാമത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഏലിയാവിന് അപ്പവും ഇറച്ചിയുമായി ഒരു കാക്കയെ മരുഭൂമിയിൽ കണ്ടെത്തിയത്. ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട കാക്കയാണ് ഇതെന്ന് പക്ഷി നിരീക്ഷകരുടെ നിഗമനം. അത്ഭുതകരമായി ഒരു പേര് കൂടി ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന മെഥൂശലേഖാണ് ഈ ഭാഗ്യവാൻ. വയസ്സ് 969. അഹശ്വേരോശ് രാജാവിൻ്റെ സേവകനായിരുന്ന മൊർദെഖായി വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനും സന്തോഷവാനുമാണെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച ഞങ്ങളുടെ ലേഖകൻ വെളിപ്പെടുത്തി. ഫെലിസ്തീരുടെ ചാരവൃത്തി നിമിത്തം ഇസ്രായേലിൻ്റെ ന്യായാധിപനായ ഷിംഷോൻ അറസ്റ്റിലായി. ദലീല എന്ന സ്ത്രീയാണ് ഷിംഷോന്റെ വിജയരഹസ്യം ചോർത്തിയെടുത്ത് ഫെലിസ്തീർക്ക് നൽകിയത്. രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഹാനി സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. സ്വർഗീയ യൂണിവേഴ്സിറ്റി നടത്തിയ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അബ്രഹാം വിശ്വാസത്തിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കി. ഇയ്യോബിന് സഹിഷ്ണുതയിൽ 1-ാം റാങ്ക് കിട്ടി. പരീക്ഷ എഴുതിയ എല്ലാ വിശ്വാസികളും അവരുടെ റിസൾട്ട് ഇന്ന് തന്നെ അറിഞ്ഞിരിക്കണമെന്ന് സ്വർഗീയ യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പിൽ പറയുന്നു. മിദ്യാനരുടെ മിലിറ്ററി ക്യാമ്പിൽ ഇസ്രയേൽ ബോംബ് ആക്രമണം. അർദ്ധരാത്രിയായതിനാൽ ആൾനാശമുണ്ടായെന്ന് അവിടെ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബോംബുമായി പോയ 300 യുദ്ധവിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് സ്ക്വാഡൻ ലീഡർ ഗിദെയോൻ വെളിപ്പെടുത്തി. ദാവീദ് ഗവൺമെന്റിനെതിരെ അബ്ശാലോം നടത്തിയ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. ദാവീദിന്റെ മുഖ്യമന്ത്രി അഖീതോഫേലിന്റെ ഒത്താശയോടെയായിരുന്നു അട്ടിമറി ശ്രമം. പട്ടണത്തിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിശക്തമായ യെരിഹോ മതിൽ തകർത്ത് ഹല്ലേലൂയ സ്തോത്രം എന്നീ ദീർഘദൂര മിസൈലുകൾ ലോകത്താകമാനം വിന്യസിക്കണമെന്ന് ആർമി ചീഫ് യോശുവ അറിയിച്ചു. ദൈവജനത്തിനെതിരെ സാത്താൻ തൻ്റെ കോട്ട ഉയർത്തുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. ഇപ്പോൾ കിട്ടിയ വാർത്ത. നമ്മുടെ മഹാദൈവത്തിൻ്റെ മുമ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് ദേവനായ ദാഗോൻ ആദ്യം കമിഴ്ന്നു വീണതായും പിന്നീട് മറിഞ്ഞു വീണതായും ദൃക്സാക്ഷികൾ അറിയിച്ചു. ദാഗോന്റെ തകർന്നിടിഞ്ഞ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്ന ജോലികൾ വളരെ വേഗതയിൽ നടത്തുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയുകയില്ല. അതിനാൽ ഇനിയും ഡ്യൂപ്ലിക്കേറ്റ് ദേവനാകുന്നതും ആക്കാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് സ്വർഗത്തിൽ നിന്നും താക്കീത് ചെയ്യുന്നു. പൊതുസഭയുടെ ശ്രദ്ധയ്ക്ക്. സിയോൻ പുരിയിലേക്കുള്ള സെലക്ഷൻ കിറ്റ് പൂർത്തിയാക്കാറായി. തങ്ങളുടെ പേർ ലിസ്റ്റിലുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനാൽ കൽപ്പന അനുസരിച്ച് ദൈവമക്കളെല്ലാം പരിശുദ്ധാത്മാവ് എന്ന മുദ്ര സ്വീകരിക്കേണ്ടതാണ്. മുദ്ര പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത ആരെയും നിത്യസന്തോഷത്തിൽ പ്രവേശിപ്പിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് സിയോൻ പുരിയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ യേശുക്രിസ്തു അറിയിക്കുന്നു. സ്പോർട്സ്. സീനിയർ വിഭാഗം. ഗത്യരുടെ പട്ടണത്തിൻ്റെ കഥകും കട്ടളക്കാലും പറിച്ചെടുത്ത് ഷിംഷോൻ വെയ്റ്റ് ലിസ്റ്റിൽ പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിച്ചു. മറ്റൊരിനത്തിൽ ഷിംഷോൻ ഫെലിസ്തീരുടെ ക്ഷേത്രത്തെ തകർത്ത് 3000 പേരെ നശിപ്പിച്ച് ലോക റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. എന്നാൽ താൻ ഇനിയും ഒരു കായിക മത്സരത്തിലും പങ്കെടുക്കുകയില്ല എന്ന് തെളിയിക്കും കൊണ്ട് ഷിംഷോനും ആത്മഹത്യ ചെയ്തു. ജൂനിയർ വിഭാഗം. ട്രാക്ക് മാറി ഓടിയതിനാൽ ജൂനിയർ പാസ്റ്ററായ ഗേഹസിക്ക് കുഷ്ഠരോഗം പിടിച്ചു. മാനസാന്തരപ്പെടാതെ ദൈവകൃപ ലഭിക്കുവാൻ ഉത്തേജകമായി ദ്രവ്യം കൊടുക്കാൻ ശ്രമിച്ച ഷിമോൻ കടുത്ത ശാസനയ്ക്ക് വിധേയനായി. കാലാവസ്ഥ. നിനവയിലേക്ക് പോകാൻ ഓർഡർ ലഭിച്ച യോന തർശീശിലേക്ക് പോയത് നിമിത്തം ഉണ്ടായ കടൽക്ഷോഭം നിമിത്തം ലിങ്കണിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ലോകസമുദ്രത്തിൽ മനുഷ്യരെ പിടിക്കുന്നവർക്ക് പതിവ് പോലെ പ്രതികൂല കാലാവസ്ഥയായിരിക്കും. ഈശാനമൂലം അടിക്കാൻ ഇടയുള്ളതിനാൽ പടകിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രതയുള്ളവരായിരിക്കണം. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. കാഴ്ച നഷ്ടപ്പെട്ട ശൗലിന് ഇത് 3-ാം ദിവസം. ദമസ്കോസിന് സമീപമാണ് ഈ സംഭവം. മിസ്രൈമിൽ പ്രത്യേക തരത്തിലുള്ള വ്യാധികൾ പടർന്നു പിടിക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. ഏലിയാവിന് ഭക്ഷണവുമായി മരുഭൂമിയിലേക്ക് ഒരു കാക്ക. പക്ഷി നിരീക്ഷകർ ഗവേഷണത്തിൽ. മിദ്യാനരുടെ മിലിറ്ററി ക്യാമ്പിൽ ഇസ്രായേൽ ബോംബ് ആക്രമണം.
ദാവീദ് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം. സ്വർഗീയ യൂണിവേഴ്സിറ്റി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഷിംഷോന് 2 പുതിയ ലോക റെക്കോർഡ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു.